നാവിൻ തുമ്പിൽ പൂക്കളം തീർക്കുന്ന ഓണക്കാലത്ത് പുത്തനുടുപ്പും പൂക്കളവും കഴിഞ്ഞാൽ വലിയ ആകർഷണം ഇലയിട്ട സദ്യയാണ്. എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണ ആഹാരമാണ് സദ്യ. വാഴയുടെ നാക്കിലയിൽ ചോറും കറികളും പഴവും പായസവും സദ്യയെ ഇങ്ങനെ ചുരുക്കി പറയാനാകില്ല. ഓണത്തപ്പ കുടവയറ തിരുവോണക്കറി എന്തെല്ലാം എന്ന് പാടി സദ്യ ഉണ്ണാൻ ഓടി വരുന്നവരാണ് മലയാളികൾ. ഉപ്പിത്തിരി കൂടിയെങ്കിലും പുളി തീരെ കുറഞ്ഞതുകൊണ്ട് പായസത്തിന്റെ കൈപ്പറിഞ്ഞില്ല എന്നൊക്കെ അഭിപ്രായം പറയുന്നവരുമുണ്ട്. ഒന്നിനും സമയമില്ലാത്ത കാലമാണിത്. വാട്സാപ്പിൽ മിഴിനട്ട് ഉച്ചയാകുമ്പോൾ സൊമാറ്റോയിലോ ഗ്രൂപ്പ് ഹബിലോ ഫുഡോറിലോ സ്വിഗ്ഗിയിലോ സദ്യ വരുത്തി കഴിക്കുന്ന പുതുതലമുറയുടെ കാലമാണിത്. സദ്യ ഒരുക്കുന്നതിൽ മുതൽ കഴിക്കുന്നതിൽ വരെ ചിട്ടയുണ്ട്. കേരളീയ സദ്യയോളം സമൃദ്ധമായൊരു ഭക്ഷണം നമുക്ക് വേറെയില്ല. മധുരം, കയ്പ്, പുളി, ഉപ്പ്, എരിവ്, ചവർപ്പ് എന്നീ 6 രസങ്ങൾ അടങ്ങിയ ഭക്ഷണശീലം ഉത്തമമാണെന്ന് പഴമക്കാരുടെ പക്ഷം. ഇതിനനുസരിച്ചാണ് നാം സദ്യ ചിട്ടപ്പെടുത്തിയത്. വിവിധ തരം സദ്യകൾ നമുക്കുണ്ടെങ്കിലും അവയിൽ കേമൻ ഓണസദ്യയാണ്. സദ്യയിലൂടെ മാത്രമേ നമുക്ക് ഓണം പൂർണ്ണമായിരുന്നുള്ളൂ. സദ്യ വിളമ്പുന്നതിനും ക്രമങ്ങൾ ഏറെയുണ്ട്. നിലത്ത് പായ വിരിച്ച് തൂശനിലയിട്ട് വേണം സദ്യ വിളമ്പാൻ. തൂശനിലയുടെ തലഭാഗം ഉണ്ണുന്നയാളിന്റെ ഇടതുവശത്ത് വരണം. ഇടത്തുനിന്ന് വലത്തോട്ട് വേണം വിളമ്പാൻ. ഇലയുടെ ആദ്യ പകുതിയിൽ തൊടുകറികളും 2ാം പകുതിയിൽ ചോറും വിളമ്പും. ഏറ്റവും കുറഞ്ഞത് 15 കൂട്ടം കറികളെങ്കിലും സദ്യക്ക് ഉണ്ടാകണമെന്നാണ് പറയപ്പെടുന്നത്. വാഴയ്ക്ക ഉപ്പേരി, ശർക്കര വരട്ടി എന്നിവ വാഴയിലയുടെ ഇടതുഭാഗത്താണ് വിളമ്പുക. ഉപ്പ്, നാരങ്ങ, മാങ്ങ അച്ചാറുകൾ, ഇഞ്ചിക്കറി അല്ലെങ്കിൽ ഇഞ്ചിത്തൈര്, തോരൻ, ഓലൻ, അവിയൽ, കൂട്ടുകറി, കിച്ചടി, പച്ചടി, എരിശ്ശേരി എന്നിങ്ങനെ വേണം വിളമ്പാൻ. വലത്തേ അറ്റം എന്ന മുഖ്യസ്ഥാനം എരിശ്ശേരിക്ക് തന്നെയാകണം. പഴം, പപ്പടം എന്നിവ ഇടതുഭാഗത്താണ്. പിന്നെ ചോറ് വിളമ്പണം. തുടർന്ന് പരിപ്പും നെയ്യും. ഊണിന്റെ ആദ്യഘട്ടം കഴിയുമ്പോഴേക്കും സാമ്പാർ വിളമ്പണം. തൊട്ടു പിന്നാലെ കാളനും. അതിനുശേഷമാണ് പ്രധാന വിഭവമായ പായസം എത്തുന്നത്. പഴവും പപ്പടവും കുഴച്ച് ഇലയിൽ തന്നെ പായസം കഴിക്കുക പതിവാണ്. പായസം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചെടിപ്പ് മാറ്റാൻ അല്പം ചോറും മോരൊഴിച്ചുണ്ണാം. എരിവ് കുറഞ്ഞ പരിപ്പ് കറിക്കൊപ്പം എരിവ് കൂടിയ കൂട്ടുകറി, അവിയൽ, തോരൻ എന്നിവ വേണം കഴിക്കാൻ. എരിവ് കൂടിയ സാമ്പാറിനൊപ്പം മധുരക്കറിയും തൈര് ചേർത്ത കിച്ചടികളും. എരിവിന് ആശ്വാസമായി പായസം. പായസത്തിന് മധുരം കാരണം വായ ചെടിക്കാതിരിക്കാനാണ് അതിനൊപ്പം നാരങ്ങ അച്ചാർ തൊട്ടു കൂട്ടേണ്ടത്. പായസം കുടിച്ചു കഴിഞ്ഞാൽ പുളിശ്ശേരി. പുളിശ്ശേരിക്കൊപ്പം വേണം മാങ്ങ അച്ചാർ കഴിക്കാൻ. ദഹനത്തിനായാണ് ഓലൻ. ഓണസദ്യ തയ്യാറായി കഴിഞ്ഞാൽ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കന്നിമൂല എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിളക്ക് ഒരു ധൂപവർഗം ഉപയോഗിച്ച് കത്തിച്ച് ഗണപതിക്കും മഹാബലിക്കും വേണ്ടി ഒരു ഇളം വാഴയിലയിലോ തൂശനിലയിലോ വിഭവങ്ങൾ വിളമ്പുന്ന പതിവ് വിശ്വാസികൾക്കിടയിലുണ്ട്. കാണം വിറ്റും ഓണമുണ്ണണം എന്നതാണ് ഓണസദ്യയെക്കുറിച്ചുള്ള പഴമൊഴി. സ്വത്ത് വിറ്റിട്ടായാലും ഓണസദ്യ വെക്കണമെന്ന ഈ പഴമൊഴി ഓണ ദിവസത്തെ സദ്യയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഓണം എന്നാൽ സദ്യയൂണ് കൂടിയാണെന്ന് അർത്ഥമുണ്ട്. ഓണസദ്യയുടെ ഉത്ഭവം മഹാബലി രാജാവിന്റെ ഭരണകാലത്തെ അനുസ്മരിക്കുന്നതാണെന്നാണ് വിശ്വാസികൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലം സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സുവർണ കാലഘട്ടമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഓണക്കാലത്ത് രാജാവിനെ സ്വാഗതം ചെയ്യുന്നതിനായി കേരളീയർ സമൃദ്ധിയുടെയും നന്ദിയുടെയും പ്രതീകമായി ഒരു വലിയ സസ്യാഹാരം തയ്യാറാക്കി. ഇന്നും ഈ പാരമ്പര്യം തുടരുന്നു. ഇതോടെ സദ്യ ഓണാഘോഷങ്ങളുടെ അഭിവാജ്യ ഘടകമായി മാറി. ഓണത്തെ ഒരേ മനസ്സോടെ എതിരേൽക്കുമ്പോഴും ആഘോഷങ്ങളും ഭക്ഷണ രീതികളുമെല്ലാം പക്ഷേ വ്യത്യസ്തമാണ്. തെക്കൻ കേരളത്തിൽ ഓണസദ്യ എന്നാൽ പൂർണ്ണമായും പച്ചക്കറികൾ മാത്രമാണ്. എന്നാൽ വടക്കേ മലബാർക്കാർക്ക് ഓണസദ്യക്കൊപ്പം ഇറച്ചിയും മീനും കൂടിയേ തീരൂ. തെക്കൻ കേരളത്തിൽ തിരുവോണം നാളിലെ സദ്യ സാമ്പാറും അവിയലും അച്ചാറും പായസവും പപ്പടവും ഒക്കെയായി പൂർണ്ണമായും വെജിറ്റേറിയൻ ആണ്. എന്നാൽ വടക്കേ മലബാറിലാവട്ടെ ഓണസദ്യയിൽ ഇപ്പറഞ്ഞ വിഭവങ്ങൾക്കെല്ലാം ഒപ്പം ഇലയുടെ അരികിൽ മീൻ, ഇറച്ചി വിഭവങ്ങളും ഉണ്ടാകും. എങ്കിൽ മാത്രമേ ഇവിടെ ഓണസദ്യ പൂർണ്ണമാകൂ. എന്നാൽ ഇപ്പോൾ തെക്കൻ കേരളത്തിലേക്കും ഈ ശീലം എത്തിത്തുടങ്ങിയതായി കാറ്ററിംഗ് നടത്തിപ്പുകാർ പറയുന്നു.